ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനി കിടക്കുന്ന മുറിയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കരയുകയാണ് ശാരദാമ്മ. ഈ കാര്യം സുസ്മിത സത്യാമ്മയെ അറിയിക്കുന്നു. അങ്ങനെ സത്യാമ്മ ശാരദാമ്മയുടെ അരികിലേക്ക് വന്നിട്ട് ശാരദാമ്മയെ എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണുനീര് തുടച്ചുകൊണ്ട് ശാരദാമ്മ അവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവർക്കടുത്തേക്ക് വന്നു. എന്താ ഇവിടെ എന്ന് വീണ്ടും സത്യാമ്മ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശാരദാമ്മ. നിങ്ങളോടാണ് ചോദിച്ചത് എന്ന് വീണ്ടും സത്യാമ്മ ചോദിച്ചപ്പോൾ ശാലിനിയെ പറ്റി ആലോചിക്കുകയാണ് ശാരദാമ്മ. കണ്ടില്ലേ ആന്റി, മുഖം കുനിച്ച് നിൽക്കുന്നത്? ഉറപ്പായിട്ടും ഇതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് സുസ്മിത പറഞ്ഞ് അവരെ ധരിപ്പിക്കാൻ നോക്കുന്നു. ആ റൂമിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട്. ഇവര് പറയണമെന്നില്ല ആന്റി, ഞാൻ തന്നെ പോയി നോക്കാം ആരാണെന്ന്. അത് ആന്റിയും കൂടി ഒന്ന് കാണണം, അതാ ഞാൻ ആന്റിയും കൂട്ടി വന്നത് എന്ന് പറഞ്ഞ് സുസ്മിത ആ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സുസ്മിതയെന്ന് ദേഷ്യത്തോടെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. എന്തിന്റെ കേടാടി നിനക്ക്? ഈ നേരമായിട്ടും പച്ചവെള്ളം തൊണ്ടയിൽ നിറക്കാറ് നിൽക്കുകയാണ് ഞാൻ. എൻ്റെ മോളെ കുഞ്ഞിനെ രണ്ട് പാത്രമാക്കി തരണേ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അതറിയണമെങ്കിൽ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാവണോടി. നെഞ്ച് തകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് നീ വരച്ച വരയ്ക്കുള്ളിൽ നിന്നാകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. സുസ്മിത വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു. ഈ രോഷപ്രകടനമൊക്കെ വെറും അഭിനയം മാത്രമാണ് ആന്റി. പിടി വീഴും എന്ന് ഉറപ്പായപ്പോൾ അവസാനം പയറ്റുന്ന ആ അടവ്. ഞാൻ എന്തായാലും ഈ റൂം ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. അങ്ങനെ സുസ്മിത പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ തടയുന്നത് വിഷ്ണുവാണ്. ഈ നിമിഷം നിന്റെ കോമാളി നാടകം ഇവിടെ വെച്ച് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ചവിട്ടി നിന്റെ നട്ടല് ഞാൻ ഒടിക്കും. ഇത് കേട്ട് ആന്റി എന്ന് സുസ്മിത വിളിച്ചപ്പോൾ സത്യമ്മ സുസ്മിതയോട് പറയുന്നു. സുസ്മിത, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ ഇവിടെ മര്യാദയ്ക്ക് തന്നെ നിൽക്കണമെന്ന്. ഇവൾക്ക് കുഴപ്പമുണ്ടാക്കാനല്ലാതെ വേറൊന്നും അറിയില്ല എന്ന് രോഹിത് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു. കുഴപ്പമുണ്ടാക്കിയതല്ല, എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചതാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധ ക്ഷണിക്കാൻ തോന്നുവാണെങ്കിൽ തനിയെ നീ പുറത്തേക്ക് ഇറങ്ങി പോയിക്കോണം. മാറ് എന്ന് പറഞ്ഞ് സത്യമ്മ സുസ്മിതയെ പിടിച്ച് മാറ്റി നിർത്തുന്നു. എന്നിട്ട് സത്യമ്മ ശാരദാമ്മയോട് സോറി ചോദിക്കുന്നുണ്ട്. സോറി ശാരദാമ്മ, ഇവൾ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പിരികേറ്റിക്കൊണ്ട് വന്നതാണ്. ശാരദാമ്മ എവിടെ വേണമെങ്കിലും നിന്ന് പ്രാർത്ഥിച്ചോളൂ. സത്യമ്മ, ഇവള് നമ്മളെ ഇങ്ങനെ ഓരോ കാര്യത്തിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവള് നമ്മളെ കുഴയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നേക്കുന്നത് തന്നെ. ഇവള് പറയുന്നത് കേട്ട് നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് ശ്യാമയുടെ റൂമിന്റെ മുന്നിലേക്ക് പോകാം, അവിടെ എന്തെങ്കിലും ആവശ്യം കാണുമല്ലോ എന്ന് രോഹിത് പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവും രോഹിത്തും സത്യാമ്മയും ശ്യാമ കിടക്കുന്ന ആ റൂമിന്റെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു, ഷോ ഞാൻ എന്തിനു മണ്ടിയാ, ശ്യാമ ആ റൂമിന് ഫ്രണ്ടിലല്ലേ. എന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശാരദാമ്മ ഇങ്ങനെ നാടകം കളിച്ചതാണെങ്കിലോ. ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ് ശാരദാമ്മ. അതിനിടയിൽ ശ്യാമയുടെ റൂമിൽ അവരെന്തെങ്കിലും കൃത്രിമം കാണിച്ചാലോ അയ്യോ എന്ന് വിചാരിച്ച് സുസ്മിത അങ്ങോട്ടേക്ക് പോകുന്നു. എല്ലാവരും സുസ്മിതയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചോളാൻ സത്യമ്മ അവിടെ നിന്നും ശാരദാമ്മയോട് പറയുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ അകത്ത് വേദന കൊണ്ട് പുളയുന്നു. ടെൻഷനോടെ ഇപ്പുറത്തെ മുറിയിൽ ശ്യാമയും ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാൻ ഒരു വഴിയുമില്ലല്ലോ എന്നെ സുസ്മിത വിചാരിച്ചിട്ട്, ആന്റി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് സുസ്മിത സത്യാമ്മയോട് ചോദിക്കുന്നു. വീണ്ടും ശ്രദ്ധ ക്ഷണിക്കാനാണോ എന്ന് ചോദിക്കുന്നു. അതല്ല ആന്റി, ഇതൊരു നല്ല കാര്യമാണ് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു. അമ്മേ, ഇവളെന്തോ കുഴപ്പമുണ്ടാക്കാനുള്ള പ്ലാനില്ല. അവള് പറയട്ടടാ എന്നെ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് സുസ്മിതയോട് പറയുന്നു. വീണ്ടും എന്തെങ്കിലും കുശുമ്പോ കുന്നായ്മയാണെങ്കിൽ ഞാൻ തന്നെ അടിച്ചിവളുടെ കരണം പുകയ്ക്കും. അല്ല ആന്റി, ശ്യാമയ്ക്ക് വേദന തുടങ്ങിയിട്ടില്ലെന്നല്ലേ പറയുന്നത്? അവക്ക് പെയിൻ തുടങ്ങുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പോയി കൂട്ടിരുന്നാലോ? ഗർഭിണികൾ ഈ സമയത്ത് പേടിക്കൂന്നാ പറയാറ്. നമ്മൾ അടുത്തുണ്ടെങ്കിൽ അവൾക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഇത് കേട്ട് ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ് സത്യാമ്മ. പെട്ടെന്ന് പേടിച്ച് കുഴപ്പമായോ ആന്റി എന്ന് സുസ്മിതയും പറയുന്നുണ്ട്. സുസ്മിതയുടെ തോളിൽ പിടിച്ചുകൊണ്ട് സത്യാമ്മ പറയുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നീ ഒരു നല്ല കാര്യം പറയുന്നത്. നല്ല കാര്യമൊന്നും അല്ല തള്ളേ, അവൾ എന്തെങ്കിലും കുഴപ്പം അവിടെ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കൈയോടെ പിടിക്കാനാണെന്ന് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ മുറിയിലേക്ക് കയറി പോകുന്നു. അങ്ങനെ ഇവരെല്ലാം ശ്യാമയുടെ മുറിയിലേക്ക് വന്നു. സുസ്മിതയെ ദേഷ്യത്തോടെ നോക്കുകയാണ് ശ്യാമ. ഈ സമയം പുറത്ത് ശാരദാമ്മ ശാലിനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും. അങ്ങനെ ശാലിനിയുടെ കഴിവതും ശാലിനി പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. ശാലിനി പ്രസവിച്ചിരിക്കുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ശാരദാമ്മയ്ക്ക് സമാധാനമാകുന്നുണ്ട്. പെൺകുഞ്ഞാണെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ശാലിനിക്ക് വിഷ്ണുവിനും ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. ഇപ്പോൾ ശാലിനിയുടേതാണെങ്കിലും ഇനി അത് രോഹിതിന്റെയും ശ്യാമയുടെയും കുട്ടിയാണ്. ഉടൻ തന്നെ ശാരദാമ്മ മുറിയിലേക്ക് കയറി ചെന്നു. കുഞ്ഞിനെ കാണുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. ശാരദാമ്മയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു, ഞാൻ ജയിച്ചു അമ്മയെന്ന്. ശാലിനിയോട് ഇനി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഡോക്ടർ കുഞ്ഞിനെ ശ്യാമയുടെ അടുത്ത് എത്തിക്കണമെന്ന് ശാലിനി പറയുന്നു. അത് അവളുടെ കുഞ്ഞാണെന്നും പറയുന്നുണ്ട്. മോളെ എങ്ങനെയാടി എന്ന് പറഞ്ഞ് കരയുകയാണ് ശാരദാമ്മ. കരയല്ലേ അമ്മേ, കരയരുത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയായ സ്ത്രീ എൻ്റെ അമ്മയാണെന്നും ശാലിനി ഈ സമയത്തും പറയുന്നുണ്ട്. അമ്മ കരഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെയാകും അമ്മേ. എൻ്റെ കണ്ണ് മൂടിപ്പോവും.
നമ്മൾ തോറ്റുപോകുമെന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു. ഈ അവസാന നിമിഷം ഇത് വേണോ എന്നും ചോദിക്കുന്നു. എന്നിട്ട് ഡോക്ടറിനോട് ശാലിനി പറയുന്നു, ഡോക്ടർ, കാര്യങ്ങൾ നമ്മൾ നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ഇപ്പോൾ ശാലിനി ആണെങ്കിൽ ആകെ തളർന്ന അവസ്ഥയിലാണ്. ഡോക്ടർ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, ശ്യാമയുടെ മുറിയിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന്. എല്ലാവരും ഉണ്ട്, സുസ്മിതയും ഉണ്ടെന്ന് ശാരദാമ്മ പറയുന്നു. സുസ്മിതയോ, അവൾ ഇവിടെയും എത്തിയോ എന്ന് ശാലിനി ചോദിക്കുന്നു. ഇത്രയും പേരെ മറച്ച് കുഞ്ഞിനെ ശ്യാമയ്ക്കടുത്ത് എത്തിക്കാൻ സാധിക്കില്ല ശാലിനി. അവരെ വേണമെങ്കിൽ നമുക്ക് ശ്യാമയുടെ മുറിയിൽ നിന്ന് ഇറക്കി വിടാം. എന്നാലും കോറിഡോറിന്റെ ഭാഗത്ത് നിൽക്കരുതെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. പതിവില്ലാത്ത എന്തെങ്കിലും നടപടിക്രമം സ്വീകരിക്കാം എന്ന് വെച്ചാൽ എല്ലാവരും സംശയിക്കും, പ്രത്യേകിച്ച് സുസ്മിത കൂടെയുള്ള സാഹചര്യം. അപ്പോൾ കുഞ്ഞിനെ ശ്യാമയുടെ അടുത്ത് എത്തിക്കാൻ വഴി വേറെയൊന്നും ഇല്ലെന്നാണോ എന്നെ ശാലിനി ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് വഴിയൊന്നും കാണുന്നില്ലെന്ന് ഡോക്ടറും പറയുന്നുണ്ട്. എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ച പ്ലാൻ നടക്കണമെങ്കിൽ ശ്യാമയുടെ പ്രസവം തികച്ചും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നണം. പെട്ടെന്ന് ആ കാര്യം ആലോചിക്കുകയാണ് ശാലിനി ഇങ്ങോട്ടേക്ക് വന്ന ആ വഴി കരണ്ട് പോയപ്പോഴാണ് ശാലിനി ഇങ്ങോട്ടേക്ക് വന്നത്. പെട്ടെന്ന് ശാലിനി ഡോക്ടറിനോട് പറയുന്നു, ഡോക്ടർ, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ശാലിനി ഡോക്ടറിനോട്. ശാരദാമ്മയും ഇത് കേൾക്കുന്നു. എല്ലാവർക്കും ടെൻഷനുണ്ട്. അത് പ്രാക്ടിക്കലാകുമോ ശാലിനി എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ, അതേ ഉള്ളു വഴി. അതുവരെ കുഞ്ഞ് കരഞ്ഞാലോ എന്ന് ചോദിക്കുന്നു. അത് ദൈവത്തിന്റെ കയ്യിലെന്ന് ശാലിനിയും. ഇത്രയും നാൾ കൂടെ നിന്ന ദൈവം ഇനി കൈവിടില്ലെന്ന എൻ്റെ വിശ്വാസമെന്നും ശാലിനി പറയുന്നു. ശരി, ഞാനിപ്പോൾ ശ്യാമയുടെ മുറിയിലേക്ക് ചെല്ലാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും കുഞ്ഞ് കരയുന്നുണ്ട്. കുഞ്ഞിനെ ശാലിനിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ കുഞ്ഞിനെ ശാലിനി സ്നേഹത്തോടെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്നേഹ ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട് കുഞ്ഞിന്. സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ. ഈ സമയം സുസ്മിത ശ്യാമയുടെ വയറ്റിലേക്ക് നോക്കിയിട്ട് വിചാരിക്കുന്നു, ഇവളുടെ ഈ വയറ് അതിന്റെ രഹസ്യം പിടി കിട്ടുന്നില്ലല്ലോ. എന്തോ വെച്ച് കിട്ടാണെങ്കിൽ അത് പൊളിച്ചടുക്കിയിട്ട് തന്നെ കാര്യം. സുസ്മിത ശ്യാമയോട് ടെൻഷനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പുച്ഛത്തോടെ സുസ്മിതയെ നോക്കുകയാണ് ശ്യാമ. ഒരു ടെൻഷന് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് സുസ്മിത ശ്യാമയുടെ വയറ്റിലേക്ക് പിടിക്കുന്നുണ്ട്. സുഖപ്രസവം തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ആ വയറ്റിൽ വീണ്ടും കൈവയ്ക്കും. ആ കൈയെടുത്ത് മാറ്റുകയാണ് ശ്യാമ. കുഞ്ഞുവാവയെ, ഞങ്ങൾ എല്ലാവരും വാവയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് സുസ്മിത പറയുന്നു. ഇത് പാടാണോ അതോ വയറ് തന്നെയാണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ സുസ്മിത ഓർക്കുന്നു. ഒന്ന് വേഗം വാവേ എന്ന് പറഞ്ഞ് സുസ്മിത ശ്യാമയുടെ വയറ്റിൽ ഇങ്ങനെ അമർത്തുന്നുണ്ട്. പെട്ടെന്ന് ശ്യാമ ആ അമ്മേ എന്ന് പറഞ്ഞ് എണീക്കുകയാണ്. എന്താണ് നീ കാണിക്കുന്നത് അടിച്ചതിൻ്റെ എന്ന് പറഞ്ഞ് രോഹിത് സുസ്മിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. വിഷ്ണുവും സത്യമ്മയും ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കിയപ്പോൾ സുസ്മിത പറയുന്നു, അത് ഞാൻ കുഞ്ഞിനോടുള്ള വാത്സല്യം കൊണ്ട്. അവളുടെ ഒരു വാത്സല്യം. അമ്മ എന്തിനാ ഈ പിശാചിനെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ സത്യമ്മ പറയുന്നു, ഞാൻ കൊണ്ടുവന്നതല്ലല്ലോ, അവള് തനിച്ച് വലിഞ്ഞു കയറി വന്നതല്ലേ. നിന്നോട് ഞാൻ വീണ്ടും പറയാം, മര്യാദയ്ക്ക് നിന്നോണം, ഇല്ലെങ്കിൽ അടിച്ചതിന്റെ കാരണം ഞാൻ പുകയ്ക്കും. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്ന് രോഹിത് ടെൻഷനോടെ ശ്യാമയോട് ചോദിച്ചപ്പോൾ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നു, അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് പാഡാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അവൾ ഇത്രയും വേദന അഭിനയിച്ചത്. ഇനിയിപ്പോൾ എനിക്ക് തൊടാനും പറ്റില്ലല്ലോ. നല്ല നടി തന്നെ, ചേച്ചിയുടെ അനിയത്തി. ഈ സമയത്താണ് ഡോക്ടർ അവിടേക്ക് വരുന്നത്. ആഹാ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഡോക്ടർ പറയുന്നു. ഇന്ന് തന്നെ ഉണ്ടാവോ എന്ന് ഡോക്ടറിനോട് ചോദിക്കുകയാണ് സത്യമ്മ. ശ്യാമ പറഞ്ഞ ഡേറ്റ് വെച്ച് മറ്റന്നാളാണ്. ചിലപ്പോൾ 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. ചില പ്രസവ ലക്ഷണങ്ങൾ കാണാനുണ്ട് ശ്യാമയ്ക്ക്. മിക്കവാറും ഇന്ന് തന്നെ കാണും. എല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ പൊളിച്ചെടുക്കും. ഇത് സത്യം എന്നൊക്കെ സുസ്മിത മനസ്സിൽ പറയുന്നുണ്ട്. ടെൻഷനോടെ ഇരിക്കുകയാണ് ശ്യാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.